BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. നീണ്ട 10 വർഷത്തിനു ശേഷം അധികാരത്തിൽ വന്ന UDF സർക്കാർ പോലീസ് സേനയിൽ നടത്തിയ സ്ഥലം മാറ്റം ഉറക്കം നഷ്ടപ്പെടുത്തുക മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയുടെയും പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന KK രാഗേഷിന്റേതുമാണ്. UDF സർക്കാർ ക്രമസമാധാന ചുമതലയിൽ പ്രതിഷ്ഠിച്ച പി വിജയനെ സസ്പെൻഡ് ചെയ്തതിനും തിരിച്ച് സർവീസിൽ പ്രവേശിപ്പിക്കുന്നത് വൈകിപ്പിച്ചതിനും പിന്നിലും ഈ രണ്ട് CPM നേതാക്കൾക്ക് വലിയ പങ്കാണുള്ളത്. അന്യായമായ സസ്പെൻഷൻ പിൻവലിച്ചു കിട്ടാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിരന്തരം കയറിയിറങ്ങിയിട്ടും പി ശശിയും KK രാഗേഷും പ്രസാദിച്ചിരുന്നില്ല. പിന്നീട് ഏറെ കഷ്ടപ്പെട്ടാണ് പി വിജയൻ സർവീസിൽ തിരിച്ചു കയറിയിരുന്നത്. അന്ന് മുഖ്യമന്ത്രി പിണറായിക്ക് മുൻപിൽ ഒരു മതിൽ തീർത്ത ഭരണം നടത്തിയിരുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയും പ്രൈവറ്റ് സെക്രട്ടറിയും ഇത്തരം ഒരു സാഹചര്യം മുന്നിൽ കണ്ടിട്ടുണ്ടാവില്ല എന്നതും ഉറപ്പാണ്. സസ്പെൻഷൻ പിൻവലിച്ച് പി വിജയനെ സർവീസിൽ തിരിച്ചെടുത്ത ശേഷം സംസ്ഥാന ഇന്റലിജൻസ് മേധാവിയായി വച്ചതുപോലും വയ്ക്കാൻ വേറെ ആളില്ലാത്തത് കൊണ്ട് കൂടിയായിരുന്നു എന്നത് അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളവർ പോലും പരിഹസിച്ച് പറയുമായിരുന്നു. വിജയന്റെ ഇന്റലിജൻസ് ഞങ്ങൾ മുഖവിലക്കെടുക്കാറില്ല എന്ന് മറ്റ് IPSകാരോട് പോലും അവർ തുറന്നു പറയുമായിരുന്നു. അങ്ങനെ പി ശശിയും KK രാഗേഷുമെല്ലാം അപമാനിച്ചു വിട്ട IPS ഓഫീസർ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി വരുമ്പോൾ ചങ്കിടിപ്പും സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMനുണ്ടായ പടുതോൽവിയിൽ കാരണക്കാരായവരിൽ ഇവരും ഉൾപ്പെടും എന്നതിനാൽ പാർട്ടിയിൽ നിന്നും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് പി ശശിയും KK രാഗേഷും ഇപ്പോഴുള്ളത്. പിണറായിയെ മുൻനിർത്തി നാട് ഭരിച്ചവർ CPMൽ നിലനിൽപ്പിനായി പോരാടുമ്പോൾ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രതികാരം ചെയ്യാൻ കിട്ടുന്ന അവസരവും ADGP വിജയൻ പാഴാക്കാൻ ഒരു സാധ്യതയുമില്ല. പി ശശിക്ക് എതിരെ 3 പരാതികളാണ് നിലവിലുള്ളത്. ഇതിൽ ഒന്ന് ചെന്നൈ സ്വദേശിയായ വ്യവസായിയുടേതാണ്. ഇതിന്റെ അന്വേഷണം ഇനി നടക്കുക പി വിജയന്റെ മേൽനോട്ടത്തിലായിരിക്കും. അതുപോലെ തന്നെ TP കേസിലെ പ്രതികളെ കൈകാര്യം ചെയ്ത് പിടികൂടിയതിലെ വൈരാഗ്യം കഴിഞ്ഞ 10 വർഷവും ഏറ്റുവാങ്ങിയ SP ഷൗക്കത്ത് അലിയും അവസരം ലഭിച്ചാൽ കണക്ക് തീർക്കുമെന്നതും ഉറപ്പാണ്. ഇടതുപക്ഷ ഭരണകാലത്ത് ക്രമസമാധാന ചുമതല നൽകാതെ മാറ്റി നിർത്തിയ SP റാങ്കിലുള്ള ഷൗക്കത്ത് അലിയെ DIG റാങ്കിലുള്ള ഓഫീസർ ഇരിക്കേണ്ട കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ സ്ഥാനത്താണ് UDF സർക്കാർ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. CPMനുള്ള ഒരു മാസ മറുപടി കൂടിയായാണ് ഈ നിയമനവും വിലയിരുത്തപ്പെടുന്നത്. മുൻ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി അധികാരങ്ങൾ വാരിക്കോരി നൽകി പോലീസ് ആസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരുന്ന ADGP ശ്രീജിത്തിനെ പോലീസ് സേനയിൽ നിന്നും തന്നെ പുറത്താക്കിയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ക്രമസമാധാന ചുമതലയിലെ ശ്രീജിത്തിനെ നിയമിക്കാൻ ഭരണപക്ഷത്തെ പ്രമുഖരും ചില സാമുദായിക നേതാക്കളും കടുത്ത സമ്മർദ്ദം ചെലുത്തിയെങ്കിലും അതൊന്നും തന്നെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മുഖവിലക്കെടുത്തിട്ടില്ല. ഒടുവിൽ ADGP ശ്രീജിത്തിന്റെ സ്ഥലം മാറ്റം ഒഴിവാക്കാൻ സാക്ഷാൽ DGP തന്നെ നേരിട്ട് ഇടപെട്ടിട്ടും അതും പാളിപ്പോവുകയാണ് ഉണ്ടായത്. പോലീസിന് പുറത്ത് ജയിലിൽ ADGP ആയാണ് ശ്രീജിത്തിന് നിലവിൽ നിയമനം നൽകിയിരുന്നത്. ഇനി മുതൽ ക്രമസമാധാന ചുമതലയുള്ള ADGP പി വിജയൻ തന്നെയായിരിക്കും ശ്രീജിത്ത് കൊണ്ട് നടന്നിരുന്ന സൈബർ ഓപ്പറേഷൻ മേധാവിയുടെ ചുമതലയും വഹിക്കുക എന്നതും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ADGP തല മുതൽ SP മാർ വരെയുള്ള 30 മുതിർന്ന IPS ഉദ്യോഗസ്ഥരെയാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി സ്ഥലം മാറ്റി ഉത്തരവിറങ്ങിയത്. ഇതിൽ IPS ലഭിച്ച വർഷങ്ങൾക്ക് ശേഷമാണ് ഷൗക്കത്ത് അലിക്കും ഷാജി സുഗണനും ക്രമസമാധാന ചുമതല ലഭിക്കുന്നത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.